ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി വോയിസ് ഒന്നും കൊടുക്കാതെ മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് വോയിസോട് കൂടിയുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിതാ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശയും ചട്നിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായി. നല്ലതുപോലെ പൊങ്ങിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദോശയും ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മിക്സിൻ്റെ ജാറിൽ തേങ്ങ എല്ലാം ഇട്ടിട്ട് പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ടൊന്ന് കടുക് വറുത്തിട്ടെടുക്കാനുണ്ട്. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ചട്നി. അല്ലെങ്കിൽ ഞാൻ ചട്നി ചൂടാക്കാറില്ല, അതേപടി യൂസാക്കാറാണ് പതിവ്. ഇന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക് അത് പുളിമണം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ 4 വാറ്റൽ മുളക് ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചട്നിയും ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയും ആഡ്സും ഫുള്ള് സ്കിപ്പാക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരടുപ്പത്ത് ദോശയും ഒരടുപ്പത്ത് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാദാ ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 പേർക്ക് മസാല ദോശ ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് സാദാ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ എനിക്ക് വേറെ പോകാനുണ്ടായി. വേറെ പോകാനുള്ളത് കൊണ്ട് എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താക്കി വെച്ചെങ്കിൽ മോള് സാദാ ദോശ ഉണ്ടേനെ ഒരു വെറൈറ്റി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. മോളുടെ കണ്ടുപിടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അവളുടെ ബുദ്ധിയിൽ ഉദിച്ചൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനെന്തും ഉണ്ടാക്കാത്തത് കൊണ്ട് ചോറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് സ്കൂൾ വിട്ട് വന്നിട്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഫ്രൈ പാൻ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്ത് ചെറുതായി തിള വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ ദോശ ഉണ്ടല്ലോ, സാദാ ദോശ, പച്ചരി അരച്ച് ചുട്ട ദോശനെ ചെറുതായി മുറിച്ചെടുത്തിട്ട് ആ തിളക്കുന്ന ചാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതിനെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ലതുപോലെ ആ വെള്ളത്തിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ മിക്സാക്കിയിട്ട് എടുത്ത്, എന്നിട്ട് അതിനെ ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ആ ചൂടോടെ തന്നെ കുറച്ച് ഗരം മസാലയാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു മുട്ടയും ദോശയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ വിശപ്പടക്കാം. അപ്പോൾ അതെന്താക്കുന്നത്, അതിൻ്റെ മേലേക്ക് ഒരു ഹാഫ് ഫ്രൈ മുട്ട ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാഫ് ബോയിലാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് രാത്രി വന്നിട്ടാകുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്ന് സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ആട്ടാപ്പൊടി കൊണ്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ ആട്ടാപ്പൊടി 2 കപ്പ് ആട്ടാപ്പൊടിയാണ് ഞാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂണ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആട്ടാപ്പൊടിൻ്റെ പുട്ട് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാനില്ല 2 സ്പൂണ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അത്രേ വെള്ളം വേണ്ടിയത്. നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ആട്ടാപ്പൊടി എടുക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തത് കൊണ്ട് 2 സ്പൂണ് വെള്ളം
രണ്ടര സ്പൂൺ വെള്ളം വേണ്ടി വന്നിന്. അങ്ങനെ ആ ഉപ്പും വെള്ളവും എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ നമുക്ക് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കദളിപ്പഴം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിത് ആട്ടാപ്പൊടിയിലെ പുട്ട് ആക്കുന്നത്. പുട്ടായി കഴിയുമ്പോഴേക്കും ആ കദളിപ്പഴം കാണാതായി, മക്കൾ കഴിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതിന് ചെറിയൊരു മിക്സിൻ്റെ പൊടിക്കുന്ന ജാറെടുത്തിട്ട് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുന്നുണ്ട്, പുട്ടിന് നല്ല സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഒരു കറക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് അങ്ങനെ കറക്കി എടുത്തിട്ടാകുമ്പോൾ നമ്മളെ ആട്ടാപ്പൊടി പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് വരും. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് അതേ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ എത്ര ഇട്ട് കൊടുത്തോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച ദോശ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണം. പിന്നെ ഈ ആട്ടാപ്പൊടിയുടെ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഞാനിത് എല്ലാ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ കണ്ണ് വെച്ച് കൊടുത്ത് എന്നിട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങയെല്ലാം ഒന്നിച്ചിട്ട് ഇട്ടത് കൊണ്ട് ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, ഫുള്ളായിട്ടും മാവ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെയാണ് പുട്ട് ചുടാറ്, ഞാൻ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കാറില്ല, ഫുള്ള് തേങ്ങയും മിക്സ് ചെയ്തിട്ട് പുട്ട് ചുടാറ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന എല്ലാ ഭാഗത്തേക്കും തേങ്ങ ഇട്ടപ്പോൾ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം, എല്ലാം ലെവലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തട്ടി കൊടുത്ത് അതിൻ്റെ മൂടിയും വെച്ചിട്ട് ഇതാ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എൻ്റെ ഇത് ആവി വരും. ഇതിപ്പോൾ അത് ആവി പോകുന്ന കാണുന്നില്ല, ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. രണ്ടാമത്തെ കുറച്ച് ബാക്കിയുണ്ടതിന് രണ്ടാമതും ഞാൻ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗറുള്ള ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു പുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കദളിൻ്റെ പഴം ഉണ്ടായി, അത് മക്കൾ കഴിച്ച് തീർത്തിന്. അപ്പോൾ ഞാനിതാ നേന്ത്രക്കായ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.